നമസ്കാരം. നമ്മുടെ രാജ്യത്ത് 2004 മുതൽ 2014 വരെയുള്ള സമയങ്ങളിൽ നിരവധി ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ലഷ്കർ ഇ തൊയ്ബയും ഇന്ത്യൻ മുജാഹിദീനും സിമി അടങ്ങുന്ന പല ഭീകരവാദ സംഘടനകളാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ ഈ ഭീകരവാദ ആക്രമണങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് ഈ പറയുന്ന ഭീകരവാദ സംഘടനകളുടെ ഭാഗമായിട്ടായിരുന്നു. പക്ഷേ 2010 ശേഷമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സജീവമായ ഒരു സമയമായിരുന്നു. ഇതിൽ മുഖ്യമായിട്ട് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ഭീകരവാദ സംഘടനകളുടെ കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനമുണ്ടെന്നും അതിനോടൊപ്പം തന്നെ ISIS എന്ന് പറയുന്ന ഭീകരവാദ സംഘടനകളിലേക്ക് ഇവിടെ നിന്ന് പെൺകുട്ടികളെ അടക്കം മതം മാറ്റി ഈ ഭീകരവാദ സംഘടനയുടെ ഈ ഒരു റിക്രൂട്ട്മെന്റ് ടീമിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവർ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നു. സിറിയ, ലെബനൻ, ഇറാഖ് പോലെയുള്ള രാജ്യങ്ങളിൽ എത്തിച്ച് ഇവരുടെ ക്യാമ്പുകളിൽ എത്തിക്കുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ തെളിയിക്കപ്പെട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ 2010 അല്ലെങ്കിൽ 2000 മുൻപൊക്കെ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ കോയമ്പത്തൂരിലടക്കം നടന്നിട്ടുള്ള സ്ഫോടനങ്ങൾ, LK അദ്വാനിയൊക്കെ കൊലപ്പെടുത്താൻ വേണ്ടി നടത്തിയ സ്ഫോടനം, അതിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മദനിയെല്ലാം, അബ്ദുൽ നാസർ മദനിയെല്ലാം പ്രതിയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പലപ്പോഴായിട്ട് ആ സമയം മുതൽക്ക് തന്നെ സംഘപരിവാർ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചിരുന്നു. കേരളം തീവ്രവാദ പ്രവർത്തനങ്ങളുടെ വലിയൊരു ഹബ്ബായി മാറുകയാണ്. നിരന്തരമായിട്ട് ഈ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രചരണങ്ങളിൽ നിന്ന് ക്രൈസ്തവ സമൂഹം നല്ല രീതിയിൽ തന്നെ വിട്ടുനിൽക്കുകയായിരുന്നു. അതിൽ കാര്യമായിട്ടുള്ള പ്രതികരണമൊന്നും ഇവർ നടത്താറുണ്ടായിരുന്നില്ല. പക്ഷെ 2010 ശേഷം ISIS എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെ പറ്റി കേൾക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് പല പെൺകുട്ടികളൊക്കെ റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ട് ഈ ഭീകരവാദ മതം മാറ്റം ചെയ്യപ്പെട്ട് ഈ ഭീകരവാദ സംഘടനയുടെ ഭാഗമായ ഒരു സമയം വന്നു. അപ്പോൾ ആ സമയത്താണ് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനൊക്കെ ചില ബോധം ഉണർന്നു വരുന്നത്. അത് പ്രധാനമായിട്ട് ഈ സോണിയ സെബാസ്റ്റ്യൻ, മെറിൻ ജോസഫ്, അതോടൊപ്പം തന്നെ പാലക്കാട് നിന്നുള്ള ഒരു ബെസ്റ്റിനും ബെൻസിനും എന്ന് പറയുന്ന 2 ക്രിസ്ത്യൻ സഹോദരന്മാർ, ഇവരൊക്കെ മതം മാറിപ്പോയി ഈ ISIS എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുടെ ഭാഗമായിട്ട് മാറി. അതിൽ പ്രധാനിയായിട്ട് കാസർഗോഡ് പടന്ന സ്വദേശിയായിട്ടുള്ള റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ISISന്റെ കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഏജന്റ്, ഒരു റിക്രൂട്ട്മെന്റ് അയാളായിരുന്നു ഇതിന് പ്രധാനമായിട്ട് നേതൃത്വം നൽകി. അപ്പൊ ഇയാളിലേക്ക് ഒരു പ്രധാനപ്പെട്ട നേതൃത്വത്തിൽ നിരവധി ആളുകൾ ഇതുപോലെ മതം മാറുകയും അതോടൊപ്പം ഈ ഭീകരവാദ സംഘടനയുടെ ഭാഗമാകുകയും ചെയ്തു. അപ്പൊ പിന്നീട് വന്ന സമയങ്ങളിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ വലിയ പ്രചരണം ഉണ്ടാവുകയും നിരവധി പെൺകുട്ടികൾ, ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇവരുടെ കെണിയിൽ അകപ്പെട്ടു എന്നുള്ള വലിയ പ്രചരണം ഉണ്ടായി. പക്ഷെ ഇവിടെ ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച് അവരുടെ ചില മതമേലധ്യക്ഷന്മാർ നടത്തുന്ന ചില പ്രസംഗങ്ങളിൽ ഈ ഒരു വിഷയത്തെ കൂട്ടിയതുകൊണ്ട് സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും ക്രൈസ്തവനെ സംബന്ധിച്ച് ഇതിലൊരു ബോധവൽക്കരണം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു. ഇപ്പോ അതിനൊരു പരിഹാരം വന്നു എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 2 വർഷമായിട്ട് വലിയ രീതിയിൽ കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഫോളോ അപ്പ് ചെയ്ത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു ബോധവൽക്കരണം നടത്തുകയാണ്. രാജ്യത്തെ തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാത്യു സാമുവൽ എന്ന് പറയുന്ന ഒരു മുതിർന്ന ജേർണലിസ്റ്റ്, അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള വീഡിയോകളുടെ അടിയിൽ വരുന്ന കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്ന് ഉള്ള സംഭവത്തെ കൃത്യമായിട്ട് വിലയിരുത്താൻ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം അതിന് ആ ഒരു പ്രാപ്തിയിലേക്ക് അവർ ഉയർന്നു എന്നുള്ളതാണ്. ആദ്യം സംഘപരിവാർ മാത്രം പറഞ്ഞിരുന്ന, ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ മാത്രം പറഞ്ഞിരുന്ന കാര്യം ഇതിൽ കൃത്യമായിട്ട് ഇതിലൊരു ബോധവൽക്കരണം നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിലുണ്ടായിരുന്നു. അതിൽ വലിയൊരു പങ്കാളിത്തം ഇന്നിപ്പോ മാത്യു സാമുവൽ എന്ന് പറയുന്ന ഈ സീനിയർ ജേർണലിസ്റ്റ് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ വഖഫ് ബോർഡിന്റെ വിഷയമാണെങ്കിലും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഈ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ഇദ്ദേഹം കൃത്യമായിട്ട് എടുത്ത് അതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് തന്നെ വിഷയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ രീതിയിൽ തന്നെ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ ഒരു വലിയ ബോധവൽക്കരണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ കൊച്ചു കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങൾ പോലും വലിയ രീതിയിൽ തന്നെ അവിടെ ഒരു സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് ഒരു തരത്തിലുമുള്ള നടപടിക്രമങ്ങളും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം നമ്മളൊന്ന് പരിശോധിച്ചാൽ കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള NIA വന്നുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യാറ്. കേരളത്തിലെ പോലീസ് എപ്പോഴെങ്കിലും ഭീകരവാദി, ISIS ഭീകരവാദി അറസ്റ്റ് ചെയ്യുന്നതോ PFI ഭീകരവാദി അറസ്റ്റ് ചെയ്യുന്നതോ എന്തെങ്കിലും നമ്മൾ കേൾക്കാറുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ലഷ്കർ ഇ തൊയ്ബ ഭീകരനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു, സിമി ഭീകരവാദിയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു, ഇന്ത്യൻ മുജാഹിദീൻ ഭീകരവാദിയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു, ഇങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത നമ്മൾ കേൾക്കാറുണ്ടോ? ഇല്ല. അതിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ കേരളത്തിലെ സർക്കാരിന്, അല്ലെ കോൺഗ്രസ് ആയിക്കോട്ടെ
CPM ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരുമാണ് പലപ്പോഴായിട്ട് മാറി മാറി നമ്മുടെ കേരളം ഭരിച്ചത്, LDF UDF. പക്ഷെ ഇവരാരും ഇതിൽ ഒരു തരത്തിലുമുള്ള താല്പര്യവും കാണിക്കാറില്ല. പക്ഷെ ഇത് കാണിക്കാതെ ആയി പല ഘട്ടങ്ങളിലായിട്ട് UDF വലിയ പിന്തുണ കൊടുത്ത് എന്ന് പറയാൻ മാത്രമല്ല, അതിൽ വലിയ പങ്കാളിത്തമാണ് അവർ അധികാരത്തിൽ എത്തുന്ന സമയത്ത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന്. അപ്പൊ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന് പോലും ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഭീകരവാദ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയപ്പോ എന്താണ് ഇവിടെ സംഭവിച്ചത്? ക്രിസ്ത്യൻ സമൂഹത്തിന് ഇപ്പോൾ പ്രത്യേകിച്ച് ഇതെന്താണ് ഇതിനൊരു മാർഗം എന്നുള്ള ഒരു സംഭവം പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു കഴിഞ്ഞ കുറെ നാളായിട്ട്. ഇപ്പോ അവർക്കത് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കണം. അത് വഖഫ് ബോർഡ് വിഷയമൊക്കെ വളരെ കൃത്യമായിട്ട് മാത്യു സാമുവൽ സാർ അത് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ബോധവൽക്കരണം എന്നുള്ളത് കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു തർക്കവുമില്ല. അത് മനസ്സിലാക്കിയിട്ട് പല ആളുകളും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചാനലിലുള്ള വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് കമന്റുകൾ ഇടുന്നത് കാണുമ്പോൾ നമ്മളൊരു ഞെട്ടിപ്പോകും. ഇത് ക്രിസ്ത്യൻ സമൂഹത്തിന് ഇതുപോലെ ഒരു വലിയൊരു മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. കാരണം രാജ്യമാണ് ഫസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാകുന്ന തരത്തിലേക്കുള്ള ഭീകരവാദ സംവിധാനങ്ങളെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ടത് അടിസ്ഥാനപരമായിട്ടൊരു ദേശീയവാദിയായിട്ടുള്ള ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള നിലയിലേക്ക് വരെയുള്ള കമന്റുകൾ ആലോചിച്ച് നോക്കണം. എത്രത്തോളം വലിയ മാറ്റമുണ്ട്. ഇവിടുത്തെ കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒക്കെ 18 MP കോൺഗ്രസിനും 1 MP CPM-നും ആണുള്ളത്. BJP-യുടെ MP-യെ സംബന്ധിച്ച് അവർ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. BJP എപ്പോഴും അവർക്കൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പോൾ ഈ 19 MP പറയുകയാണ്, വഖഫ് ബോർഡ് വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഉത്തരം, അല്ലെങ്കിൽ വഖഫ് ബോർഡ് ബില്ല് പാസ്സാക്കുമ്പോൾ ആ ബില്ലിന് അനുകൂലമായിട്ട് കേന്ദ്ര സർക്കാരിന് ഒപ്പം നിൽക്കണം എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന നടത്താൻ വരെയുള്ള ഒരു അഭ്യർത്ഥന നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ UDF-നും LDF-നും അവർ വലിയ രീതിയിൽ വഖഫ് ബോർഡിനെതിരെയുള്ള ബില്ല് പാസ്സാക്കുന്നതിനെ എതിർത്തുകൊണ്ടിരിക്കുമ്പോഴും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ആ ഒരു ബില്ലിന് അനുകൂലമായിട്ട് നിങ്ങൾ സംസാരിക്കണം എന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവനകൾ ഇറക്കുന്നു. അപ്പോൾ ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ വലിയൊരു മാറ്റമാണ്. അപ്പോൾ ഇതിലൊക്കെ ഇന്നത്തെ ഈ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ വഴി കാസ സംഘടനകൾ ഇതിന് വലിയ പ്രാധാന്യം വഹിക്കുന്നുണ്ടെങ്കിലും വർഷങ്ങളായിട്ട് ഈ ജേർണലിസം പോലുള്ള സംഭവത്തിൽ വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി പറയുന്ന സമയത്ത് അതിന് വലിയ മൂല്യമുണ്ട്. ആ വാക്കുകൾ കേൾക്കാൻ ആളുകളുമുണ്ട്. അത് ഇന്ന് കേരളത്തിൽ കൃത്യമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്യു സാമുവൽ സാറിന്റെയൊക്കെ വാക്കുകൾക്ക് അത്രത്തോളം പ്രാധാന്യത്തോട് ജനങ്ങൾ അത് കേൾക്കുകയാണ്, കാണുകയാണ്. ഇത് വലിയ രീതിയിൽ അതിശയം ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെ. കാരണം ഇത്രയും കാലം UDF-നും LDF-നും മാറി വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ UDF-ന് വലിയ രീതിയിൽ തെക്കൻ ജില്ലകളിൽ പിന്തുണ കൊടുക്കുന്ന ഒരു സമൂഹം, ആ സമൂഹം എന്ന് മാറുകയാണ് എന്നല്ല, മാറി എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. അതിൽ നിന്ന് നിരവധി ആളുകൾ BJP-ക്കൊപ്പം ചേരുന്നു. BJP-ക്കൊപ്പം ചേരുക എന്ന് പറയുമ്പോൾ ഇവര് മണിപ്പൂർ പോലെയുള്ള പല വിഷയങ്ങളും നിരന്തരമായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇതിനൊന്നും യാതൊരുവിധ മൈൻഡ് കൊടുക്കുന്നില്ല. കാരണം മണിപ്പൂർ എന്താണ് നടന്നതെന്ന് തിരിച്ചറിയാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഒരുക്കുന്നത്. കാരണം ക്രിസ്ത്യൻ സമൂഹം വലിയ രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹം തന്നെയാണ്, സംശയമില്ല. കാരണം അതിന് മാതൃകയായിട്ട് ഒരു സഭ തന്നെ ഉണ്ട്. സഭ എവിടെയാണോ പ്രവർത്തിക്കുന്നത് അവിടെ അവർക്കൊരു സ്കൂളും കോളേജുകളും കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ സഭയെ സംബന്ധിച്ച് അവരുടെ സഭയിലെ വിശ്വാസികൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിരിക്കണമെന്ന് അത് അവരുടെ ഒരു കാഴ്ചപ്പാടാണ്. അത് അവർ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയിലേക്ക് എത്തിപ്പെടാതിരുന്ന ഒരു സംഭവമായിരുന്നു രാജ്യദ്രോഹ പ്രവർത്തകർക്ക്, അല്ലെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വലിയ രീതിയിൽ സജീവമായിട്ട് രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രത്തിന്റെ സുരക്ഷയാണ് വലുതെന്നുള്ള നിലയിലേക്ക് അവരെ പറഞ്ഞ് കൃത്യമായിട്ട് ബോധവൽക്കരിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് മാത്യു സാമുവൽ സാർ അടക്കമുള്ള ആളുകൾ ചെയ്യുന്നു. അത് വലിയ രീതിയിൽ നമ്മളത് അങ്ങനെ അദ്ദേഹത്തെ പോലുള്ള ആളുകളോട് വലിയ രീതിയിലൊരു നന്ദി നമ്മൾ പറയണം. കാരണം നിസ്സാരമായിട്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ ഈ രീതിയിലുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങും. അപ്പോഴേക്കും ഇത്ര വലിയ മാറ്റം ഉണ്ടാവണമെങ്കിൽ പറയുന്നതിലെ യാഥാർത്ഥ്യങ്ങൾ എത്രത്തോളമാണെന്നുള്ളത് സമൂഹം ബോധ്യപ്പെട്ടു എന്ന് തന്നെയാണ് ഇതിനോടകം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വഖഫ് ബോർഡ് വിഷയം ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. അത് ചരിത്രപരമാണ്. അത് 2026 വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ വലിയ മാറ്റം ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു തർക്കമില്ല.